നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികൾ ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രഘു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മോത്തി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ, ആലപ്പുഴ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ ഇന്ന് മുതൽ 3 ദിവസം രാവിലെ 10 മണി മുതൽ 4 മണി വരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ 5 പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം, അറസ്റ്റും രേഖപ്പെടുത്താം. അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പ്രതികൾക്ക് ജാമ്യം നൽകണം. 1 ലക്ഷം രൂപയും ഒപ്പം തന്നെ 2 ആൾജാമ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകി വിട്ടയക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയത് രാഷ്ട്രീയപരമായും നിയമപരമായും തിരിച്ചടി തന്നെയാണ്. പക്ഷേ അപ്പോഴും അവരുടെ ബാക്കി കാര്യങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. പ്രതികൾക്ക് ചോദിക്കാനുള്ള ചോദ്യാവലി തയ്യാറായിട്ടുണ്ട്. പ്രധാനമായും എന്ത് സാഹചര്യത്തിലാണ് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിച്ചതെന്നുള്ള കാര്യമായിരിക്കും ഈ ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിയുക. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ് കടന്നു പോകുന്നു. അവിടെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അവരെ അവിടെ യൂണിഫോമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കീഴ്പ്പെടുത്തുന്നു. അതിൽ നമുക്ക് കാണാം, ദൃശ്യങ്ങളൊക്കെ കാണാം. ആ നവകേരള ബസ് കടന്നു പോകുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പതിറ്റാണ്ടുകളായി മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിലും സുരക്ഷാ സേനയിലെ സന്ദീപും ഉൾപ്പെടെയുള്ള 5 പേർ ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നത്. ആ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ KSU ജില്ലാ പ്രസിഡന്റ് എന്ന് AD തോമസ് ആയിരുന്നു. ഇപ്പോഴും AD തോമസ് KSU ജില്ലാ പ്രസിഡന്റാണൊപ്പം MLA കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കടക്കം പഴിക്കേൽക്കുന്നുണ്ട്. മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവായ അജയ് ജുവൽ കുര്യാക്കോസിൻ്റെ കൈ ഒടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ വധശ്രമം ആദ്യഘട്ടത്തിൽ പോലീസ് ചുമത്തിയിരുന്നില്ല. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തതിനു ശേഷം വധശ്രമം ചുമത്തി. പക്ഷേ ആ വധശ്രമം ചുമത്തുന്നതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. അതായത് പ്രതികൾക്ക് ആദ്യഘട്ടത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. പിന്നീട് ഈ 2 പ്രതികൾ സന്ദീപും ഒപ്പം തന്നെ അനിലും കീഴടങ്ങാൻ വേണ്ടി കോടതിയിലെത്തുന്ന ഘട്ടത്തിലാണ് വധശ്രമം ചുമത്തിയത്. അത്തരത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, കോടതി ഇരുട്ടിൽ നിർത്തുന്ന രീതിയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ പെരുമാറ്റമെന്ന് തുറന്ന കോടതിയിൽ വിമർശനം ഉന്നയിച്ചു. എന്ന് മാത്രവുമല്ല, ഒരു കേസിലെ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകുക എന്നാൽ അയാൾക്ക് ആജീവനാന്ത കാലം ജാമ്യം നൽകുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നു എന്നാണ്. ഇവർക്ക് ജാമ്യം നിഷേധിക്കാൻ അന്വേഷണ സംഘത്തിന് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ കോടതി വഴി ആ മുൻകൂർ ജാമ്യം അവസാനിപ്പിക്കാവുന്നതാണ്, റദ്ദ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള നിയമകാര്യങ്ങൾ നിലനിൽക്കെ തിടുക്കപ്പെട്ട് വധശ്രമം ചുമത്തിയത് ശരിയായ നടപടിയല്ല എന്നും കോടതി ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. 10 മണിക്ക് ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അവർ ഹാജരാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 മണി വരെ ചോദ്യം ചെയ്യാം. നാളെയും മറ്റന്നാളും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രതികളോട് അവിടെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ അവരെ നാളെയും മറ്റന്നാളും ചോദ്യം ചെയ്യാനുമാകും.